അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായി ഈശോയോടുള്ള അതിശക്തമായ പ്രാർത്ഥന. സ്നേഹ ഈശോ, ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ പരിമളം പരത്തുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ജീവനും ചൈതന്യവും കൊണ്ട് എന്നെ പൂർണ്ണമായി നിറയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്ക് കടന്ന് എന്നെ മുഴുവനായും അങ്ങയുടെ സ്വന്തമാക്കുക. അങ്ങനെ എൻ്റെ ജീവിതം അങ്ങയുടെ പ്രതിഫലനമാകട്ടെ. എന്നിലും എന്നിലൂടെയും അങ്ങേ പ്രകാശിക്കണമേ. അങ്ങനെ ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിക്കും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം എന്നിൽ അനുഭവേദ്യമാകട്ടെ. അവർ നോക്കുമ്പോൾ എന്നെ ആയിരിക്കരുത് ദർശിക്കുക. ഈശോ, അങ്ങയെ തന്നെ ആയിരിക്കട്ടെ. അങ്ങേ എന്നോടുകൂടെ വസിക്കണമേ. അപ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നതിന് അങ്ങയെപ്പോലെ ഞാനും പ്രകാശിച്ചു കൊള്ളും. ഓ പ്രകാശം, ഓ ഈശോ, മുഴുവനായി അങ്ങിൽ നിന്നായിരിക്കും. അതിലൊരു വീതി പോലും എൻ്റേതായിരിക്കില്ല. അങ്ങായിരിക്കും എന്നിലൂടെ മറ്റുള്ളവരിൽ പ്രകാശിക്കുന്നത്. എൻ്റെ ചുറ്റുമുള്ളവരിൽ പ്രകാശം പരത്തിക്കൊണ്ട് അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിധം ഞാൻ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങയെ പ്രസംഗിക്കട്ടെ. എന്നാൽ അത് വാക്കുകൊണ്ടെന്നതിനേക്കാൾ എൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ടും അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടമായ തകവിൽ നിന്ന് പുറപ്പെടുന്ന ജീവകാരുണ്യ പ്രവൃത്തികളുടെ വശ്യത കൊണ്ടുമായിരിക്കട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം പകരാനും, ദ്രോഹമുള്ളിടത്ത് മാപ്പ് കൊടുക്കാനും, ഭിന്നിപ്പുള്ളിടത്ത് ഐക്യം വളർത്താനും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസമേകാനും, തെറ്റുള്ളിടത്ത് സത്യം പുലർത്താനും, നിരാശയുള്ളിടത്ത് പ്രത്യാശ നൽകാനും, അന്ധകാരമുള്ളിടത്ത് പ്രകാശം പരത്താനും, സന്താപമുള്ളിടത്ത് സന്തോഷം പകരാനും എന്നെ അനുഗ്രഹിക്കണമേ. ദിവ്യനാഥ, ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നൽകുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാകുന്നു ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച് ജീവിക്കുവാൻ നാഥ എന്നെ സഹായിക്കണമേ. ആമേൻ.